ആളുകൾ പലതരക്കാരാണ് അല്ലേ? ചിലർ പരോപകാരികളായിരിക്കും, മറ്റു ചിലരോ സ്വാർത്ഥരായിരിക്കും. എന്നാൽ ഇതിനിടയിൽ ഒരു കൂട്ടരുണ്ട്. ആർക്കും ഉപകാരം ചെയ്തിട്ടില്ലെങ്കിലും അവർക്കാരെയും ഉപദ്രവിക്കാനുള്ള മനക്കെട്ടി ഉണ്ടാവില്ല. പക്ഷെ അവരെ ആരും പരിഗണിക്കാറുമില്ല. സ്വന്തം ജീവിതവുമായി മുന്നോട്ടു പോകുന്നവരോട് പുച്ഛ മനോഭാവമാണ് പലരും പ്രകടിപ്പിക്കാറുള്ളത്. എന്നാൽ ചിലരാകട്ടെ സഹായിക്കുകയാണെന്ന മുഖംമൂടി അണിഞ്ഞ് മനുഷ്യരെ തകർത്ത് കളയാറുണ്ട്. സ്വന്തം ബന്ധങ്ങളെ പോലും വലിയൊരു കളവാക്കി സ്വയം ശരിയാണെന്ന് സമർത്ഥിച്ച് അവരുടെ കൈകളിലുള്ളതോ അർഹത കൊണ്ട് നേടുമെന്നുറപ്പുള്ളതോ ആയത് സ്വന്തമാക്കിക്കൊണ്ട് ചിലരെ കണ്ണീർ കയത്തിലേക്കങ്ങ് ഇറക്കി വിട്ടുകളയും. ജനങ്ങൾക്ക് മുൻപിൽ അവർ കഴിവുള്ളവനായിരിക്കും, സ്വന്തം സാമർത്ഥ്യം കൊണ്ട് ജീവിതം മെച്ചപ്പെടുത്തുന്നവനുമായിരിക്കും. പക്ഷേ ഈ പ്രപഞ്ചത്തിൽ എന്തിനും ഏതിനുമുണ്ട് അദൃശ്യമായ ഒരു പരിധി. ആ അതിരില്ലായിരുന്നുവെങ്കിൽ കടലും ആകാശഗോളങ്ങളുമൊക്കെ എന്നേ അതിൻ്റെ അതിർത്തി ലംഘിക്കുമായിരുന്നു. അതുപോലെ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളിൽ സത്യമുണ്ടെങ്കിൽ മാത്രമേ അത് നിലനിൽക്കുകയുള്ളൂ. അല്ലാത്തത് കാലം തട്ടിപ്പറിച്ചെടുക്കുക തന്നെ ചെയ്യും. കാരണം ഒരാളുടെയും കണ്ണീര് വെറുതെ ഒഴുക്കേണ്ടതല്ലെന്ന് നിശ്ചയിക്കപ്പെട്ടതാണ്. നമ്മുടെ കഴിവുകളും പിഴവുകളും ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടാലും ഇല്ലെങ്കിലും എല്ലാ കാര്യങ്ങളും വീക്ഷിക്കുന്ന ഒരു ശക്തിയുണ്ട്. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് കണ്ണീരൊഴുക്കാനുള്ള കാരണമാവാതിരിക്കട്ടെ. നമ്മളെല്ലാവരും മനുഷ്യരാണ്. തെറ്റുകുറ്റങ്ങളൊക്കെ സംഭവിക്കാം. പരസ്പരം പുറത്തു കൊടുത്തുകൊണ്ടും ക്ഷമിച്ചുകൊണ്ടും ജീവിതം പങ്കുവെക്കാൻ സാധിക്കട്ടെ.